Welcome to complementary electronics. This is Unit 5 Field Effective Transistor Continuation. Topic is MOSFET. Class number E11 Semester 3 Complementary Electronics for BSA Physics 9. And today we see what is called a MOSFET. MOSFET, Metal Oxide Semiconductor Field Effective Transistor. That is the full form. Metal Oxide Semiconductor Field Effective Transistor. In short, we call it as MOSFET. MOSFET, class number E11. And before studying MOSFET, we have two problems more from FET. ഇപ്പോൾ മോസ്ഫെറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന മുമ്പ് നമുക്ക് പഴയ രണ്ട് പ്രോബ്ലം അവശേഷിക്കുന്നുണ്ട്. അതുകൂടി ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഫീൽഡ് എഫക്റ്റ് ആംപ്ലിഫയറിൻ്റെ ഒരു ക്വസ്റ്റനാണ്. ഫീൽഡ് എഫക്റ്റ് ആംപ്ലിഫയർ നമ്മുടെ സിലബസിൽ പ്രത്യേകം പറയുന്നില്ല. പക്ഷേ അതിൻ്റെ പ്രോബ്ലം ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചുകൊള്ളാം. ആംപ്ലിഫയർ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ട്രാൻസിസ്റ്റർ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ വരച്ചാൽ മതി. അവിടെ ട്രാൻസിസ്റ്ററിന് പകരം എഫിറ്റ് വരച്ചാൽ മതി, ഒരു എൻ ചാനൽ എഫിറ്റ് വരച്ചാൽ മതി, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യനാണ്. ആംപ്ലിഫയർ, എഫിറ്റ് ആംപ്ലിഫയർ നമുക്ക് സിലബസിലില്ല, എങ്കിലും പഠിക്കാം. ഈ പ്രോബ്ലം ആവർത്തിച്ചിട്ടുണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ദിസ് പ്രോബ്ലം ഈസ് എ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഫ്രം എഫിറ്റ് ആംപ്ലിഫയർ. എഫിറ്റ് ആംപ്ലിഫയർ ഈസ് ആക്ച്വലി നോട്ട് മെൻഷൻഡ് ഇൻ ദ സിലബസ്. A common source FET amplifier has a load resistance of RL equal to 500 k ohm if the drain resistance RD, small rd, and amplification factor mu of the FET are 100 ohm. അത് നേരെയുള്ള വാല്യൂ എടുത്താൽ മതി, മറ്റേ റിപ്പീറ്റേഷനാണ്. 100 k ohm and 24 respectively calculate voltage gain. വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കുക. FET ആംപ്ലിഫയറിൻ്റെ വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കുക, വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കുക. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ കാണാതെ പഠിക്കണം. അത് നമ്മൾ മറ്റ് സ്ഥലത്ത് പഠിച്ചിട്ടില്ല. പുതുതായിട്ട് കാണുന്ന ഒരു ഇക്വേഷനായിട്ട് വിചാരിച്ച് ഇത് പഠിച്ചുകൊള്ളാം. ഇതാണ് വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ. എ വി ഇസ് മ്യൂ ആർ എൽ ബൈ ആർ ഡി പ്ലസ് ആർ എൽ. മ്യൂ ആർ എൽ ബൈ ആർ ഡി പ്ലസ് ആർ എൽ എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. ആർ എൽ ലോഡ് റെസിസ്റ്റൻസ് ആണ്, മ്യൂ എന്ന് പറയുന്നത് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ, പിന്നെ ആർ ഡി ഡ്രെയിൻ റെസിസ്റ്റൻസ്. അപ്പോൾ ഇങ്ങനെയാണ് ഇക്വേഷൻ. അപ്പോൾ ഇത് വെച്ച് ഉള്ള പ്രോബ്ലമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഗിവൺ മ്യൂ ഈസ് ഈക്വൽ 24, ആർ ഡി ഈസ് ഈക്വൽ ടു 100 k ohm, ആർ എൽ ഈസ് 500 k ohm. Therefore, AV is equal to 20 into 500 by 100 plus 500 is equal to 24. 24 into 500 by 600, the answer is 20. അത്രയേ ഉള്ളൂ. ഒരു ഇക്വേഷൻ പഠിച്ചാൽ 4 മാർക്കാണ് കിട്ടുന്നത്. മ്യൂ ആർ എൽ ബൈ ആർ ഡി പ്ലസ് ആർ എൽ, ദാറ്റ് ഇസ് എ വി. അതോടെ ഇപ്പോൾ മറ്റൊരു പ്രോബ്ലം, ദ ട്രാൻസ് കണ്ടക്ടൻസ്. അപ്പോൾ ഇവിടെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ തരാതെ ട്രാൻസ് കണ്ടക്ടൻസ് എന്നിട്ട് ഈ എഫിറ്റ് ആംപ്ലിഫയറിൻ്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ കണ്ടുപിടിക്കുന്ന പ്രോബ്ലമാണ്. ഇത് ട്രാൻസ് കണ്ടക്ടൻസ് ഓഫ് എഫിറ്റ് യൂസ്ഡ് ഇൻ എ വോൾട്ടേജ് ആംപ്ലിഫയർ സർക്യൂട്ട് ഈസ് 3000 micromho, μmho, and the load resistance is 10 k ohm. Calculate voltage amplification assuming that RD much greater than RL. RD RLനേക്കാൾ വളരെ കൂടുതലാണെന്ന് വിചാരിച്ചുകൊണ്ട്, അതാണ് കണ്ടീഷനാണ്. RD RLനേക്കാൾ വളരെ കൂടുതലാണെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ കാണണം. So you see the equation once again. Voltage amplification factor AV is mu RL by RD plus RL. അപ്പോൾ ഇവിടെ ഈ ആർ ഡി മച്ച് ഗ്രേറ്റർ ദാൻ ആർ എൽ എന്ന് പറയുന്നത് കൊണ്ട് ഈ ഇക്വേഷൻ മോഡിഫൈ ചെയ്യും. ആ ഇക്വേഷൻ റൈറ്റ് സൈഡിൽ താഴെയും മുകളിലും നമ്മൾ ആർ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യും. വി ഡിവൈഡ് ദ RHS ഓഫ് ദി എബോ ഇക്വേഷൻ ഫോർ എ ബി ബൈ ആർ ഡി in the numerator and denominator. So we get AV is equal to mu RL by RD by 1 plus RD by RL by RD. RD is much greater. So RL by RD tends to 0. RD is much greater than RL. Therefore RD by RL tends to 0. I have written in the margin. Therefore AV is equal to mu RL by RD numerator by 1 plus 0. Then we get mu RL by RD. Mu by RD is GM. Mu by RD is GM. So it is written in the margin. Therefore AV we can write as GM into RL. So the problem is easy. We can calculate AV by the equation. AV is equal to GM into RL. GM is 300 micromho, 3000
micromole, that is 3000 into 10 raised to minus 6, and RL is 10K, 10 to 10 cubed, that is equal to 30. And we can also give a minus sign because for this amplifier the gain is negative, there is a phase reversal, so the gain is negative. We take AV with a minus sign, therefore AV is equal to minus 30, the value, minus 30, it has no unit, AV has no unit. ഇനിയാണ് നമ്മൾ നമ്മുടെ ഈ ടോപ്പിക്ക് മോസ്ഫെറ്റ് പറയുന്നത്. മോസ്ഫെറ്റ്, മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ FET എന്നാണ് ഇരിക്കുന്നത് കേട്ടോ. മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ, മെറ്റൽ ഓക്സൈഡിൻ്റെ MOയും സെമി കണ്ടക്ടറിൻ്റെ SU ആണ് മോസ് എന്ന് പറയുന്നത്. പിന്നെ FET. There are 2 types of MOSFETs. നമ്മൾ FET പഠിച്ച പോലെ FETയിൽ 2 തരം FET പഠിച്ചിരുന്നു. ഒരു N ചാനൽ FET, പിന്നെ ഒരു P ചാനൽ FET. അതുപോലെ ഇവിടെയും 2 തരം മോസ്ഫെറ്റുകളുണ്ട്. There are 2 types of MOSFETs. They are one depletion type MOSFET. അതിന് നമ്മൾ D MOSFET എന്ന് പറയും. DE MOSFET. And other is enhancement type MOSFET. That is E MOSFET. E only MOSFET എന്ന് പറയും. E only MOSFET. Enhancement type MOSFET. So what is depletion MOSFET? നമുക്ക് ആദ്യം depletion MOSFET എന്താണെന്ന് പറയാം. ഇതാണ് അതിൻ്റെ ഡയഗ്രാം, ഡിപ്ലീഷൻ മോസ്ഫെറ്റ് ഡയഗ്രാം. ആ ഒരു ചാനലാണ് നടക്കുകയാണെന്ന് കേട്ടോ. ഒരു ചാനൽ N എന്ന് പറയാം. അത് N ടൈപ്പ് സെമി കണ്ടക്ടറാണ്. റൈറ്റ് സൈഡിൽ ഒരു P സബ്സ്ട്രേറ്റ് ഉണ്ട്. അതായത് ഈ ചാനൽ ഗ്രോ ചെയ്യുന്നത് P എന്ന് പറയുന്ന സെമി കണ്ടക്ടറിൻ്റെ പുറത്താണ്. അതിനെ P വിളിക്കുന്ന ഇവരെ സബ്സ്ട്രേറ്റ് എന്നാണ്, സബ്സ്ട്രേറ്റ്. പിന്നെ ഈ ചാനലിൻ്റെ പുറത്ത് ഒരു മെറ്റൽ പ്ലേറ്റ് ഉണ്ട്. ആ ഗേറ്റ് ഒരു മെറ്റൽ പ്ലേറ്റാണ്. ആ മെറ്റൽ പ്ലേറ്റിൻ്റെ ചാനലിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻസുലേറ്റർ SiO2 എന്ന് പറയുന്ന ഒരു ഇൻസുലേറ്റർ ലെയർ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? P എന്ന് പറയുന്ന ഒരു സെമി കണ്ടക്ടർ, അതിനെ സബ്സ്ട്രേറ്റ് എന്ന് വിളിക്കും. അതിന് പുറത്ത് ചാനൽ ഗ്രോ ചെയ്യും. എൻ ചാനൽ ആണിത്, എൻ ചാനൽ മോസ്ഫെറ്റ് ആണ്. പിന്നെ ഗേറ്റ് ഒരു മെറ്റൽ പ്ലേറ്റ് ആണ്. മെറ്റൽ പ്ലേറ്റിൻ്റെയും ചാനലിൻ്റെ ഇടയ്ക്ക് ഒരു സിലിക്കൺ ഡയോക്സൈഡ് SiO2 അതിൻ്റെ ലെയറുണ്ട്. അതിന് സിമ്പിളാണ് കാണിച്ചിരിക്കുന്നത് പടത്തിൽ. എൻ ചാനൽ മോസ്ഫെറ്റ് സബ്സ്ട്രേറ്റിൽ നമ്മൾ ആരോ ഇടണം. ഒന്ന് സോഴ്സ്, മറ്റൊരു ഡ്രെയിൻ, പിന്നെ ഇവിടെ ഗേറ്റാണ്. സബ്സ്ട്രേറ്റിൽ ആരോ ഇടണം അകത്തേക്ക്. ഈ ഡിപ്ലീഷൻ മോസ്ഫെറ്റ് ആണെങ്കിൽ. Indian depletion type MOSFET or N type semiconductor is conductor material is grown over a P type substrate so as to provide the N channel. The gate is a metallic plate. The gate is insulated from the channel by a thin layer of SiO2. അപ്പോൾ ഗേറ്റ് ഒരു മെറ്റൽ പ്ലേറ്റ് ആണ്. അത് ചാനലിൽ നിന്ന് SiO2 ലെയർ, ഇൻസുലേറ്റർ ലെയർ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. SiO2 is an insulator, so the gate is insulated from the channel. A MOSFET is also known as insulated gate FET. അതായത് ഇവിടെ ഈ ഒരു ഇൻസുലേറ്റഡ് ഗേറ്റ് ഉള്ളതുകൊണ്ട് ആ ഗേറ്റ് പ്ലേറ്റ് ചാനലിൽ നിന്ന് SiO2 എന്ന് പറയുന്ന ഇൻസുലേറ്റർ കൊണ്ട് ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഇതിനെ ഇൻസുലേറ്റഡ് ഗേറ്റ് FET എന്ന് പറയും. അപ്പോൾ ചോദിക്കാൻ പരീക്ഷയ്ക്ക് വൈ മോസ്ഫെറ്റ് ഈസ് കോൾഡ് ഇൻസുലേറ്റഡ് ഗേറ്റ് FET? ബിക്കോസ് ഗേറ്റ് ഈസ് ഇൻസുലേറ്റഡ് ഫ്രം ദ ചാനൽ. One end of the channel is source and other end is the drain. The substrate is connected to source externally. The symbol of depletion MOSFET is shown in the figure. In the symbol, the arrow pointing inwards in the substrate tells the channel is N-type material. ഇപ്പോൾ നോക്കിയേ, സബ്സ്ട്രേറ്റിൽ ആരോ ഇവിടുത്തെ സിമ്പിളിനകത്ത് ആരകത്തേക്കാണെങ്കിൽ അത് N ചാനൽ ഡിപ്ലീഷൻ മോസ്ഫെറ്റ് എന്നാണ്. ഡിപ്ലീഷൻ മോസ്ഫെറ്റ് N ചാനൽ. In the symbol, the arrow pointing inwards the substrate tells the channel is N-type material. With the negative gate voltage, the action of
MOSFET is similar to FET. അപ്പോൾ നെഗറ്റീവ് ഗേറ്റ് വോൾട്ടേജാണ്. ഇപ്പോൾ VGS നമ്മൾ മൈനസ് കൊടുക്കുകയാണെങ്കിൽ ആക്ഷൻ FETക്ക് സമാനമാണ്. സിൻസ് ആക്ഷൻ വിത്ത് നെഗറ്റീവ് ഗേറ്റ് വോൾട്ടേജ് ഡിപ്പെൻഡ്സ് അപ്പോൺ depleting the channel of conduction electron. The negative gate operation is called depletion mode. അപ്പോൾ എന്തുകൊണ്ട് ഡിപ്ലീഷൻ മോഡ് എന്ന് പറയുന്നു? ഈ എൻ ചാനൽ മോസ്ഫെറ്റിനെ എന്തുകൊണ്ട് ഡിപ്ലീഷൻ മോസ്ഫെറ്റ് എന്ന് പറയുന്നു? അതിന് കാരണം എന്താണ്? ദ മോസ്ഫെറ്റ് ഈസ് സിമിലർ ടു FET സിൻസ് ദി action with a negative gate voltage depends upon depleting the channel from conduction electron. Depleting the channel from conduction electron, the negative gate operation is called depletion mode. If a positive voltage is applied to the gate with respect to source, more negative current carriers are drawn into the channel, giving drain current greater than IDSS. When the gate is positive, when the gate is positive, SiO2 insulator layer between the gate and the channel prevents any gate current flow. Thus, the MOSFET has the advantage of the insulated gate. The input resistance of MOSFET is of the order of 100 mega. അപ്പോൾ നോക്കുക, മറ്റേത് 10⁴ ഒക്കെ ആണെങ്കിൽ FET 10⁴ ആണെങ്കിൽ ഇവിടെ മോസ്ഫെറ്റിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. 100 മെഗോ. Mega ohm is 10⁶ ohm. So that the gate current is of the order of 10⁻² ampere. വളരെ ചെറിയ കറണ്ടാണ് ഗേറ്റ് കറണ്ട്. This means practically and naturally, അങ്ങനെയല്ല, this means virtually, ഒരു പ്രത്യക്ഷത്തിൽ virtually no current passes this means virtually no input power need be used to control the output current. No input power need to be used to control the output current. ഇനി നമ്പർ 2, എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ്. അപ്പോൾ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റിൻ്റെ ചിത്രം നോക്കി. ഇവിടെ സബ്സ്ട്രേറ്റ് മാത്രമേ ഉള്ളൂ, ചാനലുണ്ട്, പക്ഷേ ചാനൽ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ചാനൽ നമ്മൾ ചെറുതായിട്ട് എന്ന് കാണിച്ചിട്ടുണ്ട്. മുമ്പത്തെ പോലെ കംപ്ലീറ്റ് ഇല്ല. ഈ ഗേറ്റിൽ നിന്ന് സോഴ്സ് വരെയുള്ള ചാനലില്ല, സബ്സ്ട്രേറ്റാണ് വലുത്. എന്നിട്ട് അതിൻ്റെ പുറത്ത് 2 ഭാഗങ്ങളായിട്ടൊരു N ടൈപ്പ് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. അത് ചാനലായി പ്രവർത്തിക്കും, പ്രത്യേക കണ്ടീഷനിലാണ്. പിന്നെ മറ്റത് ഗേറ്റ് ഒരു മെറ്റൽ പ്ലേറ്റ് തന്നെ, അതിനും ഈ സബ്സ്ട്രേറ്റിനിവിടേക്ക് SiO2 ലെയറുണ്ട്, SiO2 ലെയർ. അപ്പോൾ സിമ്പിൾ ഇവിടെ സെയിം സിമ്പിളാണ്, പക്ഷേ സബ്സ്ട്രേറ്റിൽ നമ്മൾ ആരും ഇടുന്ന പുറത്തേക്കാണ്. അവിടെ ഗേറ്റ് ഉണ്ട്, ആ സോഴ്സിന് ഡ്രെയിനുണ്ട്, സബ്സ്ട്രേറ്റിൽ നിന്ന് ആരും ഇടുന്ന പുറത്തേക്കാണ്. എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ്. The depletion MOSFET is normally an on device. അപ്പോൾ ഡിപ്ലീഷൻ മോസ്ഫെറ്റ് ബാറ്ററി കണക്ട് ചെയ്താൽ ഡിപ്ലീഷൻ മോസ്ഫെറ്റ് കണ്ടക്ട് ചെയ്യും. പക്ഷേ ഇവിടെ ബാറ്ററി കണക്ട് ചെയ്താൽ കണ്ടക്ട് ചെയ്യണമെന്നില്ല. ഗേറ്റിന് സഫീഷ്യൻറ്റ് വോൾട്ടേജ് കൊടുത്താൽ മാത്രമേ കണ്ടക്ഷൻ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ ഓഫ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇത് നേരത്തെ പറഞ്ഞ ഡിപ്ലീഷൻ മോസ്ഫെറ്റ് ഈസ് യൂഷ്വലി ആൻ ഓൺ ടൈപ്പ്. അവിടെ ബാറ്ററി കൊടുത്താൽ കണ്ടക്ഷൻ ഉണ്ടാകും. ഇവിടെ ബാറ്ററി കൊടുത്താൽ എപ്പോഴും കണ്ടക്ഷൻ ഉണ്ടാകത്തില്ല. ദ ഡിപ്ലീഷൻ മോസ്ഫെറ്റ് ഈസ് യൂഷ്വലി an on device that is ID flows even with 0 gate voltage. 0 gate voltage അവിടെ കറണ്ട് കൊടുക്കും, VDS കൊടുത്താൽ മതി. But in enhancement MOSFET there is no current between the source and the drain. It is normally an off device. Enhancement MOSFET off device. That is, the current flows with 0 gate voltage.
No current flows. No current flows with zero gate voltage. When a positive voltage is applied to the gate and VGS is sufficiently high, electrons are attracted towards the gate region near the insulating layer. The electrons from electrons form an N-type channel. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നൊരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക. When the positive voltage is applied to the gate and VDS is sufficiently high, electrons are attracted. അപ്പോൾ ഈ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റിൽ നമ്മൾ ഒരു പോസിറ്റീവ് വോൾട്ടേജ് ഗേറ്റിന് കൊടുക്കണം, എന്നിട്ട് VDS സഫിഷ്യൻ്റ്ലി ഹൈ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺസ് ആർ അട്രാക്റ്റഡ് ടുവേഴ്സ് ദി ഗേറ്റ് റീജിയൻ നിയർ ദി ഇൻസുലേറ്റിംഗ് ലെയർ. അങ്ങനെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസ് ഫോം എൻ ടൈപ്പ് ചാനൽ. അപ്പോൾ കണ്ടക്ഷൻ ഉണ്ടാകുമ്പോൾ മാത്രമേ ചാനൽ ക്രിയേറ്റ് ചെയ്യുള്ളൂ. VDS മാത്രം കൊടുത്താൽ ചാനൽ ക്രിയേറ്റ് ചെയ്തില്ല. VDS സഫിഷ്യൻ്റ് ആയിരിക്കുകയും ഗേറ്റിന് ആവശ്യമുള്ളൊരു പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്താൽ മാത്രമേ ചാനൽ ഓപ്പൺ ചെയ്യുള്ളൂ, കാരണം കണ്ടക്ഷൻ ഉണ്ടാവുകയുള്ളൂ. The electrons from N-type channel between source and the drain. The channel enhances a drain current, ID. അപ്പോൾ എപ്പോഴാണ് ഡ്രെയിൻ കറണ്ട് ഉണ്ടാകുന്നത്? ആക്ച്വലി ഇതിനകത്ത് ചാനലില്ല, VDS കൊടുത്താൽ കറണ്ട് കണ്ടക്ഷൻ ഇല്ല. എന്നാൽ VGS സഫിഷ്യൻ്റ് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ ഇലക്ട്രോൺസിന് വെലോസിറ്റി കിട്ടും, ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യും, കറണ്ട് കണ്ടക്ഷൻ ഉണ്ടാകും. പക്ഷേ നമ്മൾ നേരത്തെ പഠിച്ച ഡി മോസ്ഫെറ്റിൽ എപ്പോഴും ചാനൽ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിക്കുന്നത്? ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഡിപ്രീഷൻ മോസ്ഫെറ്റ് ആൻഡ് എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ്, DE മോസ്ഫെറ്റ് ആൻഡ് E മോസ്ഫെറ്റ്. റൈറ്റ് എ നോട്ട് ഓൺ മോസ്ഫെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിപ്ലീഷൻ മോസ്ഫെറ്റ് ഈസ് കോൾഡ് ഓൺ ഡിവൈസ് ആൻഡ് എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റ് ഈസ് കോൾഡ് ഓഫ് ഡിവൈസ്. വൈ? ഡിപ്ലീഷൻ മോസ്ഫെറ്റ് ഓൺ ഡിവൈസ് എന്ന് പറയാൻ കാരണം VGS കൊടുക്കാതെ നമ്മളത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ VDS കൊടുക്കുമ്പോൾ കണ്ടക്ഷൻ ഉണ്ടാകും. എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റിൽ VDS കൊടുത്താൽ കണ്ടക്ഷൻ ഇല്ല, VGS കൂടി കൊടുക്കണം. VGS കൊടുത്ത് സഫിഷ്യൻ്റ് പോസിറ്റീവ് ഉണ്ടെങ്കിൽ, VDS സഫിഷ്യൻ്റ്ലി ഹൈ ആണെങ്കിൽ കണ്ടക്ഷൻ ഉണ്ടാകും. പുതുതായിട്ട് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. സാധാരണ കേസിൽ എൻഹാൻസ്മെൻറ്റ് മോസ്ഫെറ്റിൽ ചാനലില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഈ കമ്പാരിസൺ ബിറ്റ്വീൻ മോസ്ഫെറ്റ് ആൻഡ് എഫിറ്റ്. മോസ്ഫെറ്റ് എഫിറ്റ് തമ്മിൽ കമ്പാരിസൺ. ഓർക്കുക, മോസ്ഫെറ്റിന് അഡ്വാൻറ്റേജ് കൂടുതലാണ്, പക്ഷേ അതിന് മാനുഫാക്ചറിങ് ഒക്കെ ചിലപ്പോൾ പ്രയാസമാണ്. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ മോസ്ഫെറ്റിൻ്റെ മേന്മകൾ, സെക്കൻഡ് കോളത്തിൽ എഫിറ്റിയുടെ പ്രത്യേകതകൾ. അപ്പോൾ മോസ്ഫെറ്റ്. ഇൻ മോസ്ഫെറ്റ് ദ കണ്ടക്ഷൻ ഓഫ് എ ചാനൽ ഈസ് കൺട്രോൾഡ് ബൈ ദി ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് ഫീൽഡ് ഇൻഡ്യൂസ്ഡ് അക്രോസ് ആൻ ഇൻസുലേറ്റിംഗ് ലെയർ ഓഫ് SiO2. അപ്പോൾ SiO2 ലെയറിൽ ഒരു ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നതാണ് കണ്ടക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്. SiO2 വായിക്കാം. In MOSFET, the conduction of channel is controlled by the transverse electric field induced across the insulating layer of SiO2. ഒരു വാക്ക് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ നോക്കി പറയാം. In MOSFET തിരുത്തിയ വാക്ക് നോക്കുക.
In MOSFET, the conducting of channel is controlled by the transverse electric field induced across an insulating layer of SiO2 എന്ത് വാക്കാണെന്ന് ഇപ്പോൾ പിടികിട്ടുന്നില്ല. ഡിപ്ലീറ്റഡ് അല്ല, അതിന് പകരമുള്ള വാക്കാണ്. across an insulating layer of SiO2 അപ്പോൾ ആ വാക്കൊരു വാക്കിന് കുഴപ്പമൊന്നുമില്ല. SiO2 ഓൺ ദി SiO2 in MOSFET the conducting of channel is controlled by the transverse electric field induced across an insulating layer SiO2 deposited on the deposited കൊടുത്താൽ മതി. deposited on the semiconducting material. ആ ഡെപ്പോസിറ്റ് എന്ന് വാക്ക് അവിടെ ചേരുമായിരിക്കും. ഡെപ്പോസിറ്റ് ആകട്ടോ, ഡിപ്ലീറ്റഡ് അല്ല, ഡെപ്പോസിറ്റഡ്. അത് വേറെ ആണ് എഴുതിയിരിക്കുന്നത്. ഡെപ്പോസിറ്റ് ചേർത്തിയാൽ മതി. ഓൺ ദി സെമികണ്ടക്ടർ മെറ്റീരിയൽ. ഇനി in FET the conductivity of channel is controlled by transverse electric field across the reverse biased PN junction. അടുത്തത് number 2, in a MOSFET the input resistance is very high, about 10 to 10⁻15 ohm. In a FET the input resistance is of the order of a mega, that about 10⁶. അപ്പോൾ നോക്കി ഇവിടെ 10⁶ ആണ്. അതിന് മറ്റേ കേസിൽ അതിൻ്റെ ഒരു 10,000 മടങ്ങ് അല്ലെങ്കിൽ 1,00,000 മടങ്ങാണ് ഇൻപുട്ട് ഇമ്പിഡൻസ്. ഇൻ MOSFET the drain resistance is about 1 to 15K. In a FET it is about several K ohm up to mega. Number 3, MOSFET is operated in both enhancement and depletion mode. ഇവിടെ in depletion mode only FET. Easy to fabricate. MOSFET നിർമ്മിക്കാനാണ്. But FET is not easy to fabricate. And that is all with your class number 11. We continue. Thank you.